എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടാറ്റ മോട്ടോഴ്സിൻ്റെ LP916/52 എന്ന മോഡൽ ചേസിൽ നിർമ്മിച്ച ഒരു സർവീസ് ബസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. LP916/52 എന്ന മോഡൽ സ്കൂൾ ബസ്, സ്റ്റാഫ് ബസ്, സിറ്റി ബസ് എന്നീ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും പെരുന്നയ്ക്ക് സർവീസ് നടത്തുന്ന കല്ലൂർ മോട്ടോഴ്സാണ് ടാറ്റയുടെ ഈ മോഡൽ ചങ്ങനാശ്ശേരിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. .3 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ BS6 വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോഴ്സ് പവറിൽ 2600 RPM ഓടുകൂടിയാണ് LP916/52 എന്ന മോഡൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. 5200 mm ആണ് ഈ മോഡൽ ചേസിന്റെ വീൽ ബേസ്. 3300 cc എഞ്ചിനാണ് ഈ മോഡലിൽ വരുന്നത്. GBS 550 6+1 സ്പീഡ് കേബിൾ ഷിഫ്റ്റ് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനാണ് ഈ മോഡലിൽ ഉള്ളത്. ഈ മോഡലിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 120 ലിറ്ററും ആഡ്ബ്ലൂ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 20 ലിറ്ററും ആണ്. 235/75/17.5 എന്ന സൈസിൽ ഉള്ള ടയറുകളാണ് ഈ ബസ്സിൽ ഉപയോഗിക്കുന്നത്. LP916/52 എന്ന മോഡൽ എഞ്ചിൻ 3 മോഡുകളിൽ പ്രവർത്തിപ്പിക്കാം. ലോ, മീഡിയം, ഹൈ എന്നിവയാണ് ഈ 3 മോഡുകൾ. ലോ മോഡിൽ 6 മുതൽ 7 കിലോമീറ്റർ മൈലേജ് വരെ ലഭിക്കുന്നു. മറ്റു 2 മോഡുകളിൽ 5.7 മുതൽ 6.2 കിലോമീറ്റർ മൈലേജ് വരെ ലഭിക്കുന്നു എന്നതാണ് ഈ ബസിന്റെ ഓണർ പറഞ്ഞത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമാണ് മീഡിയം മോഡും ഹൈ മോഡും ഉപയോഗിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ബസ് ബോഡി നിർമ്മാതാക്കളായ കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിലാണ് ഇതിന്റെ ബോഡി നിർമ്മിച്ചത്. എക്സിലോ എന്ന മോഡലിലാണ് ഈ ബസിന്റെ ബോഡി നിർമ്മാണം നടത്തിയത്. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 35 ഓർഡിനറി സീറ്റുകളാണ് ഇതിൽ ഉള്ളത്. ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത സീറ്റുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ടൗൺ സർവീസ് ആയതുകൊണ്ടായിരിക്കണം ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത സീറ്റുകൾ ഉപയോഗിച്ചത്. കൊണ്ടോടിയുടെ തന്നെ കാസ്റ്റില്ല മോഡലിൽ മറ്റൊരു ബസ് കൂടി ഈ ഓപ്പറേറ്റർക്ക് വേണ്ടി സർവീസ് നടത്തുന്നു. KL 33R0346 എന്നതാണ് ഈ ബസിന്റെ രജിസ്ട്രേഷൻ നമ്പർ. KL 33Q0346 എന്നതാണ് ഇവരുടെ മറ്റൊരു ബസിന്റെ രജിസ്ട്രേഷൻ നമ്പർ. എഞ്ചിൻ സംബന്ധമായ ഡീറ്റെയിൽസും ബോഡി സംബന്ധമായ ഡീറ്റെയിൽസും വിശദമായി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇറങ്ങുന്ന മറ്റു ബസ്സുകളിലെ പോലെ തന്നെ ഈ ബസ്സിൻ്റെയും മീറ്റർ വളരെ ചെറുതാണ്. എഞ്ചിൻ പ്രവർത്തനത്തിനാവശ്യമായ 3 മോഡുകളുടെ സ്വിച്ചുകൾ മീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റീൽ വേൾഡ് എന്ന ഇവരുടെ സ്വന്തം സ്ഥാപനത്തിൽ നിർമ്മിച്ച ഒരു സരസ്വതി ദേവിയുടെ ഫോട്ടോയാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിന് തൊട്ടു മുകളിലായി ഒരു എയർ വെന്റും ഒരു ഫാനും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടാറ്റയുടെ കാറുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന അതേ സ്റ്റിയറിംഗ് ആണ് ഈ ബസ്സിലും ഉള്ളത്. മറ്റു ബസ്സുകളിലെ പോലെ തന്നെ വാഹനത്തിന് ഉൾവശം കാണാനായി 2 ക്യാമറയും വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാനായി 1 ക്യാമറയും വാഹനത്തിൻ്റെ ബാക്ക് വശം കാണാനായി മറ്റൊരു ക്യാമറയും ഈ ബസ്സിൽ ഉണ്ട്. കൂടാതെ ടൂൾ ബോക്സ്, റെക്കോർഡ് ബോക്സ് എന്നിവയെല്ലാം തന്നെ ഈ ബസ്സിന് ഉൾവശത്തിലുണ്ട്. സ്റ്റീൽ വേൾഡ് എന്ന ഇവരുടെ മറ്റു സ്ഥാപനത്തിൻ്റെ പരസ്യമാണ് അവിടെ വിനലിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നത്. ടൗൺ സർവീസ് ആയതുകൊണ്ട് തന്നെ ഓർഡിനറി സീറ്റുകളാണ് ഈ ബസ്സിനുള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് എമർജൻസി വിൻഡോകൾ ബസ്സിൻ്റെ 2 വശങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബസ്സിൻ്റെ നടുഭാഗത്തായി ഒരു എസ്കേപ്പ് ഹാച്ചും ഫിറ്റ് ചെയ്തിരിക്കുന്നു. വലത്തുവശത്തായി എമർജൻസി ഡോർ നമുക്ക് കാണാവുന്നതാണ്. ബസ്സിൻ്റെ ഡോർ സ്വിച്ചുകളാണ് ഈ കാണുന്നത്. സ്റ്റിയറിംഗിന് വലതുവശത്തായി തൊട്ടുതാഴെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും ഫിറ്റ് ചെയ്തിരിക്കുന്നു. ബസ്സിന് അകവശത്ത് എഴുതേണ്ട എല്ലാ മാറ്ററുകളും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ പ്രവർത്തിക്കുന്ന കളേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ ബസ്സിൻ്റെ സ്റ്റിക്കർ വർക്കുകളെല്ലാം ചെയ്തത്. ഈ ഡ്രൈവർ സീറ്റിലിരുന്ന് വളരെ സുഖകരമായി വാഹനം ഓടിക്കാം എന്നാണ് ഈ ഡ്രൈവർ ചേട്ടൻ എന്നോട് പറഞ്ഞത്. വളരെ വ്യക്തമായി റോഡ് കാണത്തക്ക വിധത്തിലാണ് ഈ ബസ്സിലെ ഡ്രൈവർ സീറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊണ്ടോടിയുടെ മറ്റു മോഡലുകളായ എക്സ്ഫിലോ, സ്റ്റാർലെറ്റ്, ആസ്ട്രിക്സ്, സെക്യൂറ, സ്പെറോ എന്നീ ബസ്സുകൾക്കെല്ലാം ഒരേ ബാക്ക് കവിൾ ആണ് ഉള്ളത്. ഇവയുടെ എല്ലാം ഫ്രണ്ട് കവിൾ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. വളരെ വ്യക്തമായി കാണാൻ പറ്റത്തക്ക രീതിയിൽ ഡെസ്റ്റിനേഷൻ റൂട്ടുകൾ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു. ബസ്സിൻ്റെ പേരും ബാക്ക് ഗ്ലാസിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. മറ്റു വാഹനങ്ങളിലെ പോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, പാർക്ക് ലൈറ്റ് എന്നിവയെല്ലാം ബസ്സിൻ്റെ പുറകുവശത്ത് വന്നിട്ടുണ്ട്. ബസ്സിൻ്റെ വലത്തുവശത്ത് മുൻഭാഗത്തായിട്ടാണ് ആഡ് ബ്ലൂ ടാങ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഡീസൽ ടാങ്കും ഫിറ്റ് ചെയ്തിരിക്കുന്നു. ബസ്സിൻ്റെ ഫ്രണ്ട് ഫുട്ബോർഡിന് മുമ്പിലായിട്ടാണ് ബാറ്ററി ബോക്സ് വന്നിരിക്കുന്നത്. കൊണ്ടോടിയുടെ ചില ബസ്സുകളിൽ 3 എയർ വെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ഫ്രണ്ട് ഫുട്ബോർഡിനോട് ചേർന്നും ഡെസ്റ്റിനേഷൻ റൂട്ട് സ്റ്റിക്കർ ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ട്. %50 ടിൻറ്റഡ് ഗ്ലാസ് ആണ് ഇതിന്റെ ഇരുവശങ്ങളിലും വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ.